ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിലെ സ്കൂളിൽ പഠിക്കണ കണക്കല്ല കേട്ടാ. കുറേ രാജാക്കന്മാര്, യുദ്ധങ്ങള്, തീയതികള്, അതൊക്കെ വെറും പുറംചട്ടയാ. അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് നമ്മളെയൊക്കെ തല കറക്കി കളയുന്ന ചില കഥകള്. നമ്മൾ വിശ്വസിക്കുന്ന പലതും അപ്പാടെ തിരിച്ചു മറിച്ചിടാൻ കെൽപ്പുള്ള ചില രഹസ്യങ്ങള്. അങ്ങനൊരു കഥയായത്. വെറും കെട്ടുകഥയല്ല. ചരിത്രത്തിൻ്റെ ഏടുകളില്, കളിമൺ ഫലകങ്ങളിൽ കൂറിയിട്ട ആർക്കും അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വലിയ രഹസ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെയൊക്കെ ചിന്തയ്ക്കപ്പുറത്തുള്ള ഒരു കാലത്ത്, ആകാശത്ത് നിന്ന് ചിലർ താഴോട്ട് ഇറങ്ങി വന്നു. അവർ വെറും സാധാരണക്കാരല്ലായിരുന്നു, അറിവിൻ്റെ കൊടുമുടികളായിരുന്നു. ശാസ്ത്രം, കണക്ക്, സാങ്കേതിക വിദ്യ, ഇന്നിപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പല കാര്യങ്ങളും അന്ന് അവർ മനുഷ്യനെ പഠിപ്പിച്ചു. മനുഷ്യന്റെ സംസ്കാരത്തിന് തന്നെ അവർ വിത്തിട്ടു. കേട്ടിട്ടേതോ ഹോളിവുഡ് പടത്തിന്റെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ സംഗതി സത്യമാ. പുരാതന സുമേരിയക്കാര് കളിമൺ ഫലകങ്ങളിൽ കുറിച്ചിട്ട് ചരിത്രമാണിത്. പതിറ്റാണ്ടുകളെടുത്തു ചരിത്രകാരന്മാര് ആ ഭാഷയൊന്ന് വായിച്ചെടുക്കാൻ. ഇന്നത്തെ ഇറാഖിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു ഏകദേശം 4500 BC തൊട്ട് 1900 BC വരെ സുമേരിയൻ സംസ്കാരം പൂത്തുലഞ്ഞു നിന്നത്. മനുഷ്യന്റെ ആദ്യത്തെ യഥാർത്ഥ സംസ്കാരം എന്ന് ചരിത്രകാരന്മാര് ഒരേ സ്വരത്തിൽ പറയുന്ന സ്ഥലം. എഴുത്ത്, കണക്ക് കൂട്ടാനുള്ള അത്യാധുനിക വിദ്യകള്, നിയമസംഹിതകള്, എന്തിന് ആകാശത്തെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വരെ അവർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. ഊര്, ഉറൂക്ക് പോലുള്ള വമ്പൻ നഗരങ്ങൾ, സിവ്രാത്ത് എന്നറിയപ്പെടുന്ന കൂറ്റൻ അമ്പലങ്ങൾ, മരുഭൂമിയെ നെൽപ്പാടങ്ങളാക്കി മാറ്റിയ ജലസേചന വിദ്യകൾ. എന്തോരം കാര്യങ്ങളാണെന്നറിയോ അവരന്ന് ചെയ്തു കൂട്ടിയത്? ചുമ്മാ പറയല്ല, അവർ കാലത്തിനും ഒരുപാട് മുൻപേ സഞ്ചരിച്ചവരായിരുന്നു. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന പല അറിവുകളുടെയും അടിത്തറ പാകിയത് ആ സുമേറിയക്കാരാ. പക്ഷേ ചരിത്രകാരന്മാരെ ഇപ്പോഴും കുഴപ്പിക്കുന്ന, തലപുകഞ്ഞ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. അതാണ് അനുനാക്കികളെക്കുറിച്ചുള്ള അവരുടെ രേഖകൾ. ആരായിരുന്നു ഈ അനുനാക്കികള്? സുമേറിയൻ ഫലകങ്ങൾ പറയുന്ന അനുസരിച്ച് അവർ ആകാശത്തുനിന്ന് വന്നവരാ. അസാധാരണമായ അറിവുകളുള്ളവര്. അവർ മനുഷ്യരുമായി നേരിട്ട് ഇടപെട്ടു. ജ്യോതിശാസ്ത്രം, കണക്ക്, കൃഷി, ഭരണം, ഇതിലെല്ലാം മനുഷ്യനെ പഠിപ്പിച്ചത് അവരാണത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചരിത്രകാരന്മാര് പറയും, അതൊക്കെ കെട്ടുകഥകളാ. ഓരോ കാര്യങ്ങളെ വിശദീകരിക്കാൻ അവർ മെനഞ്ഞെടുത്ത ദൈവങ്ങളുടെ കഥകളാണ്. ഒരു പരിധി വരെ അത് ശരിയായിരിക്കാം. പക്ഷെ ആ എഴുതി വച്ചേക്കുന്നതിലെ കൃത്യതയും വിശദാംശങ്ങളും കാണുമ്പോഴാ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നുന്നത്. ഇതൊക്കെ വെറും കെട്ടുകഥയാണോ? അതോ ചരിത്രം മറന്നുപോയ ഏതോ വലിയ സംഭവങ്ങളുടെ മങ്ങിപ്പോയ ഓർമ്മകളാണോ ഈ ഫലകങ്ങളിലുള്ളത്? വലിയ വിവരമുള്ള വേറെ ഏതെങ്കിലും മനുഷ്യരുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നോ? അതോ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും? നമ്മളിവിടെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളോ വട്ടൻ കഥകളോ പറയാൻ പോകുന്നില്ല. പകരം പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തെടുത്ത ആർക്കും തള്ളിക്കളയാനാവാത്ത തെളിവുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുന്ന, പക്ഷെ ചരിത്രകാരന്മാർക്ക് പോലും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ആ പുരാതന കളിമൺ ഫലകങ്ങളെക്കുറിച്ച്. അനുനാക്കികൾ വെറും ദൈവങ്ങളായിരുന്നോ? അതോ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അമ്പരപ്പിക്കുന്ന ഒന്നിന്റെ മാഞ്ഞുപോയ ഓർമ്മകളായിരുന്നു അവര്? സത്യം ഇപ്പോഴും ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ കളിമൺ ഫലകങ്ങൾ അവിടെ ഉണ്ട്. അതിലെഴുതിയ കാര്യങ്ങൾ ആധികാരികമായി പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ പറയുന്ന അറിവുകളാണെങ്കിൽ ഇന്നത്തെ ശാസ്ത്രവുമായി ചേർന്നു പോകുന്നതും. അപ്പോ ആരായിരുന്നു ഈ അനുനാക്കികൾ? മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ രൂപങ്ങളോ? അതോ ചരിത്രത്തിൽ നിന്ന് ആരെങ്കിലും മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ ഒരു അധ്യായമോ? ശ്രദ്ധിച്ചു കേട്ടോ, കാരണം അനുനാക്കികളുടെ രഹസ്യം ചുരുളഴിയുമ്പോൾ ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം തിരുത്തി എഴുതേണ്ടി വരും. അനുനാക്കികളുടെ രഹസ്യങ്ങളിലേക്ക് ഊളിയിടുന്നതിനു മുമ്പ് ഈ ഇതിഹാസങ്ങൾക്ക് പിന്നിലെ ആ മഹാസംസ്കാരത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പുരാതന സുമേറിയക്കാരെക്കുറിച്ച്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന ആ പ്രദേശത്തായിരുന്നു ഏകദേശം 4500 BC മുതൽ 1900 BC വരെ ലോകത്തിലെ തന്നെ ആദ്യത്തെ മഹത്തായ സംസ്കാരങ്ങളിലൊന്ന് അവർ കെട്ടിപ്പടുത്തത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പലതിൻ്റെയും അടിത്തറയിട്ടവർ. മെസപ്പൊട്ടോമിയ, അതായത് നദികൾക്കിടയിലുള്ള നാട് എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ടൈഗ്രിസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ഇടയിലായിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടും വരണ്ട കാലാവസ്ഥയുമുള്ള ഒരിടം. ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പ്രദേശം. പക്ഷെ സുമേറിയക്കാര് അവിടെ ജീവിക്കുക മാത്രമല്ല ചെയ്തത്, ആ നാടിനെ അവര് സ്വർഗമാക്കി മാറ്റി.
നദിയിൽ നിന്ന് വെള്ളം കിലോമീറ്ററുകളോളം ദൂരേക്ക് കൊണ്ടുപോകാൻ അവർ അത്യാധുനിക ജലസേചന സംവിധാനങ്ങൾ ഉണ്ടാക്കി. വരണ്ടുണങ്ങിയ മരുഭൂമിയെ അവർ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളാക്കി. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ, ആ മരുഭൂമിയുടെ നടുക്ക് വലിയ വലിയ നഗരങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങാടികൾ, തിരക്കേറിയ തെരുവുകൾ, കൂറ്റൻ ക്ഷേത്രങ്ങൾ, സാധനങ്ങളും ആശയങ്ങളും കൈമാറുന്ന മനുഷ്യർ. ഊർ, ഉറൂഖ്, എരുഡു തുടങ്ങിയ അവരുടെ നഗരങ്ങൾ ഇതിഹാസങ്ങളായി മാറി. ഉറൂഖ് നഗരം മാത്രം മതി 10,000-കണക്കിന് മനുഷ്യർ താമസിച്ചിരുന്ന മനുഷ്യ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മഹാനഗരങ്ങളിലൊന്ന്. അവിടുത്തെ ജീവിതം വളരെ സജീവമായിരുന്നു. തിരക്കേറിയ കമ്പോളങ്ങൾ, വർണ്ണാഭമായ ആഘോഷങ്ങൾ, ആരെയും അതിശയിപ്പിക്കുന്ന കെട്ടിടങ്ങൾ. പുരാതന ലോകത്തിന്റെ ഹൃദയമായിരുന്നു അവിടം. പക്ഷേ സുമേറിയക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത് അവരുടെ ഒരു കണ്ടുപിടുത്തമാണ്. ഏകദേശം 3200 BC-യിൽ അവർ ലോകത്തിലെ ആദ്യത്തെ എഴുത്തുവിദ്യ കണ്ടുപിടിച്ചു, ക്യൂണിഫോം. നനഞ്ഞ കളിമൺ ഫലകങ്ങളിൽ ആപ്പിന്റെ ആകൃതിയിലുള്ള അടയാളങ്ങൾ പതിപ്പിച്ചായിരുന്നു അവർ എഴുതിയിരുന്നത്. തുടക്കത്തിൽ കച്ചവടക്കണക്കുകളും കാലുകളുടെ എണ്ണവുമൊക്കെ രേഖപ്പെടുത്താനാണിത് ഉപയോഗിച്ചതെങ്കിലും പെട്ടെന്ന് തന്നെ നിയമങ്ങളും മതപരമായ കഥകളും, എന്തിന് ജ്യോതിശാസ്ത്രം വരെ അവർ അതിൽ എഴുതി വയ്ക്കാൻ തുടങ്ങി. ഈ കളിമൺ ഫലകങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ ലോകത്തേക്ക് നമുക്കിന്ന് എത്തിനോക്കാൻ കഴിയുന്നത്. ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ നിന്ന് യഥാർത്ഥ ചരിത്രരേഖകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആ കളിമൺ ഫലകങ്ങളാണ്. സുമേരിയക്കാർ എഴുത്തിൽ മാത്രമല്ല, കണക്കിലും ജ്യോതിശാസ്ത്രത്തിലും പുലികളായിരുന്നു. 60 അടിസ്ഥാനമാക്കിയുള്ള ഒരു സംഖ്യാക്രമം അവരുണ്ടാക്കിയെടുത്തു. സമയം നോക്കാനും കോണളവുകൾ എടുക്കാനുമൊക്കെ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് അതിൻ്റെ ബാക്കിപത്രമാണ്. അതിലും അത്ഭുതം, ഒരു ടെലസ്കോപ്പോ മറ്റ് ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ അവർ ആകാശത്തെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ കൃത്യമായി പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതെങ്ങനെ അവർക്ക് സാധിച്ചു എന്നത് ഇന്നത്തെ ചരിത്രകാരന്മാർക്ക് പോലും പിടികിട്ടാത്ത രഹസ്യമാണ്. കെട്ടിടം പണിയുന്ന കാര്യത്തിലാണെങ്കിൽ സിഗുറാത്ത് എന്നറിയപ്പെടുന്ന കൂറ്റൻ പിരമിഡുകൾ അവർ നിർമ്മിച്ചു. ദശലക്ഷക്കണക്കിന് മൺകട്ടകൾ കൊണ്ട് പണിത പടുകൂറ്റൻ ഗോപുരങ്ങൾ. പല വർണ്ണങ്ങളടിച്ച നഗരത്തിനു മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ കെട്ടിടങ്ങൾ കിലോമീറ്ററുകൾ ദൂരെ നിന്നുപോലും കാണാമായിരുന്നു. ഊറിലെ സിഗുറാത്ത് ഇന്നും ഒരു വാസ്തുവിദ്യ അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു കോട്ടവും തട്ടാതെ നിൽക്കാൻ പാകത്തിന് എന്തു വൈദഗ്ധ്യത്തോടെയാണ് അവരത് പണിതതെന്നോർക്കണം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ചക്രങ്ങളുള്ള വണ്ടികൾ, സങ്കീർണമായ ജലസേചന കനാലുകൾ, നഗരങ്ങളെ സംരക്ഷിക്കാൻ കൂറ്റൻ മതിലുകൾ, വെള്ളം കെട്ടിനിൽക്കാതിരിക്കാനുള്ള ഊജാലുകൾ. ഇന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും, ചിട്ടപ്പെടുത്തിയ നഗരങ്ങൾ, ഔദ്യോഗിക വിദ്യാഭ്യാസം, കണക്കെഴുത്ത് രീതികൾ, എല്ലാത്തിൻ്റെയും തുടക്കം ആ പുരാതന മനുഷ്യരിൽ നിന്നായിരുന്നു. പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും സുമേറിയൻ നഗരങ്ങളെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. 1920കളിൽ ഊർ നഗരത്തിൽ നിന്ന് ഒരു രാജകീയ ശ്മശാനം അവർ കണ്ടെത്തി. സ്വർണ്ണാഭരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, മനോഹരമായ ശില്പങ്ങൾ, എന്തെല്ലാം വസ്തുക്കളായിരുന്നു അതിനുള്ളിൽ. സുമേറിയക്കാർ വെറും കണ്ടുപിടുത്തക്കാർ മാത്രമല്ല, മികച്ച കലാകാരന്മാരും കരകൗശല വിദഗ്ധരും കൂടിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കണ്ടെത്തലുകൾ. എന്നാൽ ഈ നേട്ടങ്ങൾക്കെല്ലാം അപ്പുറം സുമേറിയക്കാർ ആഴമായ ഈശ്വരവിശ്വാസികളായിരുന്നു. പ്രകൃതിശക്തികളെ, പുഴകളെയും കൊടുങ്കാറ്റിനെയും വിളവുകളെയുമൊക്കെ അവർ ആരാധിച്ചു. ആ ദൈവങ്ങളുടെ കൂട്ടത്തിലാണ് കളിമൺ ഫലകങ്ങളിൽ നിരന്തരം പരാമർശിക്കപ്പെടുന്ന അനുനാക്കികൾ വരുന്നത്. ആകാശത്ത് നിന്നിറങ്ങിവന്ന് മനുഷ്യരാശിയെ നയിച്ചുവെന്ന് അവർ വിശ്വസിച്ചിരുന്ന ജീവികൾ. അനുനാക്കികൾ വെറും ചെറിയ ദൈവങ്ങളായിരുന്നില്ല. വിശദമായ കഥകളിൽ അവർ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരുമായി നേരിട്ട് ഇടപെട്ടു. അവരുടെ വിശ്വാസമനുസരിച്ച് മനുഷ്യരാശിയുടെ ഗതി നിർണയിച്ചതുപോലും അവരായിരുന്നു. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെടുത്തിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ചരിത്രകാരന്മാർ അവ പരിഭാഷപ്പെടുത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പലതിലും സാധാരണ കച്ചവട കണക്കുകളും ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ്. എന്നാൽ മറ്റു ചിലതിലുള്ളത് പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകൾ, ദൈവങ്ങളും അസുരന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ, പിന്നെ അനുനാക്കികളെപ്പോലുള്ള ശക്തരായ ജീവികളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലുകളാണ്. ഇവിടെയാണ് ആ വലിയ ചോദ്യം വീണ്ടും വരുന്നത്. സുമേരിയക്കാരുടെ ഈ അവിശ്വസനീയമായ സാങ്കേതിക വിദ്യയും ജ്യോതിശാസ്ത്ര പരിജ്ഞാനവും കണക്കിലെ കഴിവും സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമാണോ അവർ നേടിയെടുത്തത്? അതോ അവരുടെ പുരാണ കഥകളിൽ നമ്മൾ മറന്നുപോയ ഏതെങ്കിലും യഥാർത്ഥ സംഭവങ്ങളുടെ നേരിയ ഓർമ്മകൾ ഒഴിഞ്ഞിരിപ്പുണ്ടോ?
അനുനാക്കികളെക്കുറിച്ചുള്ള കഥകൾ നമുക്കിതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ ഓർമ്മപ്പെടുത്തലുകളാണോ? തുടർന്ന് കേൾക്കുക, കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്നത് മനുഷ്യചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. പുരാവസ്തു ഗവേഷകര് സുമേറിയൻ കളിമൺ ഫലകങ്ങൾ ആദ്യമായി പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരു വാക്ക് അതിൽ ആവർത്തിച്ചു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാക്ക് എല്ലാവരിലും ഒരുപോലെ കൗതുകമുണർത്തി: അനുനാക്കി. ലളിതമായി പറഞ്ഞാൽ സ്വർഗത്ത് നിന്ന് വന്നവർ, അല്ലെങ്കിൽ രാജരക്തമുള്ളവർ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. പക്ഷെ ആരായിരുന്നു ഈ അനുനാക്കികൾ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വിശദമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ നിഗൂഢ ജീവികൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു? സുമേറിയക്കാരുടെ വിശ്വാസമനുസരിച്ച് അനുനാക്കികൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ശക്തരായ വ്യക്തികളായിരുന്നു. മനുഷ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിലും നയിക്കുന്നതിലും അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടത്ത് ആകാശത്താണ് അനുനാക്കികൾ ജീവിച്ചിരുന്നതെന്നും പക്ഷെ ഭൂമിയിലെ കാര്യങ്ങളിൽ അവരെപ്പോഴും ഇടപെട്ടിരുന്നുവെന്നും സുമേറിയക്കാർ വിശ്വസിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് അവർ മനുഷ്യർക്ക് അറിവ് പകർന്നു നൽകി, പുതിയ കഴിവുകൾ പഠിപ്പിച്ചു, സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും നേരിട്ട് ഇടപെട്ടു. കളിമൺ ഫലകങ്ങളിൽ പറയുന്ന ഒരുപാട് അനുനാക്കികളിൽ 3 പേരാണ് പ്രധാനികൾ: അനു, എൻലിൽ, എൻകി. അനു ആയിരുന്നു അവരുടെ പരമോന്നത നേതാവ്, സ്വർഗത്തിന്റെ ദൈവം. അദ്ദേഹം സാധാരണയായി മനുഷ്യരെ ദൂരെ ഇരുന്ന് നിരീക്ഷിക്കുകയേ പതിവുള്ളായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചു കാണുന്ന, പക്ഷേ നേരിട്ട് കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരു രാജാവിനെ പോലെ. എന്നാൽ അദ്ദേഹത്തിന്റെ മകനായി എൻലിൽ നേരെ തിരിച്ചായിരുന്നു. ശക്തനും കർക്കശക്കാരനുമായിട്ടാണ് എൻലിൽ എന്നെ അവർ കണ്ടിരുന്നത്. മനുഷ്യരുടെ കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്ന പ്രകൃതം. വായു, കൊടുങ്കാറ്റ്, അധികാരം എന്നിവയുടെയെല്ലാം അധിപൻ എൻലിലാണിരുന്നു. മനുഷ്യരുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന, അവരുടെ തെറ്റുകൾക്ക് ശിക്ഷ നൽകിയിരുന്ന ഒരു ദൈവം. സുമേറിയൻ രേഖകൾ പ്രകാരം മനുഷ്യർ പ്രശ്നക്കാരാവുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുമ്പോൾ അവരെ തുടച്ചു നീക്കാനായി എൻലിൽ വലിയൊരു പ്രളയം തന്നെ ഭൂമിയിലേക്ക് അയച്ചു. ഈ കഥ കേട്ടിട്ട് എവിടെയോ ഒരു സാമ്യം തോന്നുന്നില്ലേ? ലോകത്തിലെ മറ്റു പല സംസ്കാരങ്ങളിലും സമാനമായ പ്രളയ കഥകളുണ്ട്. നോഹയുടെ പെട്ടകത്തിന്റെ ബൈബിൾ കഥ പോലെ തന്നെ. ഇനി മൂന്നാമത്തെയാൾ ഒരുപക്ഷെ അനുനാക്കികളിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന വ്യക്തി എൻകി. വെള്ളം, ജ്ഞാനം, കണ്ടുപിടുത്തങ്ങൾ എന്നിവയുടെ ദൈവമായിട്ടാണ് എൻകിയെ അവർ ആരാധിച്ചിരുന്നത്. ദയാലുവായിരുന്നു, മനുഷ്യരുടെ സംരക്ഷകനായിരുന്നു. പുരാതന രേഖകൾ പറയുന്നത് എൻകിക്ക് മനുഷ്യരോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നുവെന്നാണ്. കൃഷി, ജലസേചനം, കെട്ടിട നിർമ്മാണം, ലോഹപ്പണി തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യരെ പഠിപ്പിച്ചത് എൻകിയായിരുന്നുവത്രേ. വരണ്ടുണങ്ങിയ ഭൂമിയെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ജലസേചന വിദ്യകൾ എൻകി മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് പറയുന്ന ഒരു കഥ തന്നെയുണ്ട്. അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ സുമേറിയൻകാർ ശരിക്കും അത്തരം ജലസേചന കനാലുകൾ നിർമ്മിച്ചിരുന്നുവെന്നും അതവരുടെ ജീവിത രീതിയെ ആകെ മാറ്റിമറിച്ചുവെന്നും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ദൈവങ്ങളുടെ സഭ എന്നു പേരുള്ള ഒരു പുരാണ കഥയുണ്ട്. അതിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് അനുനാക്കികൾ ഗൗരവമായ ചർച്ചകൾ നടത്തുന്നത് വിവരിക്കുന്നുണ്ട്. മനുഷ്യർ ബഹളം വയ്ക്കുന്നതും അനുസരിക്കാത്തതും കണ്ട് ദേഷ്യം വന്ന എൻലിൽ ഒരു മഹാപ്രളയമയച്ച് അവരെയെല്ലാം നശിപ്പിക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ എൻകി മനുഷ്യരാശിയെ രക്ഷിക്കാനായി രഹസ്യമായി ഇടപെട്ടു. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഒരു മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയും എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവനു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഈ സുമേറിയൻ പ്രളയകഥയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമാനമായ കഥകളും തമ്മിലുള്ള സാമ്യം ചരിത്രകാരന്മാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വെറുമൊരു യാദൃശ്ചികതയ്ക്കപ്പുറം ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ അനുനാക്കികളെ വെറും ദൈവങ്ങളായിട്ടല്ല സുമേറിയക്കാർ കണ്ടിരുന്നത്. അവർക്ക് മനുഷ്യരെപ്പോലെ വികാരങ്ങളുണ്ടായിരുന്നു. അവർ വഴക്കിട്ടു, അസൂയപ്പെട്ടു, ദയ കാണിച്ചു. എന്തിന്? അവർക്ക് കുറ്റബോധം പോലും തോന്നിയിരുന്നു. ഈ മനുഷ്യ സഹജമായ സ്വഭാവവിശേഷങ്ങൾ അവരുടെ കഥകൾക്ക് കൂടുതൽ ആഴവും ദുരൂഹതയും നൽകുന്നു. ഇവിടെയാണ് ആ ചോദ്യം വീണ്ടും ഉയരുന്നത്: സുമേറിയക്കാർ ഭാവനയിൽ കഥ മെനയുകയായിരുന്നോ, അതോ യഥാർത്ഥത്തിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങളെ അവർ അവരുടെ രീതിയിൽ വിവരിക്കുകയായിരുന്നോ? ദൈവങ്ങളുടെ സഭ എന്നു പേരുള്ള ഒരു പുരാണകഥയുണ്ട്. അതിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് അനുനാക്കികൾ ഗൗരവമായ ചർച്ചകൾ നടത്തുന്നത് വിവരിക്കുന്നുണ്ട്. മനുഷ്യർ ബഹളം വയ്ക്കുന്നതും അനുസരിക്കാത്തതും കണ്ട് ദേഷ്യം വന്ന എൻലിൽ ഒരു മഹാപ്രളയമയച്ച് അവരെയെല്ലാം നശിപ്പിക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ എൻകി മനുഷ്യരാശിയെ രക്ഷിക്കാനായി രഹസ്യമായി ഇടപെട്ടു. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഒരു മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയും എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഈ സുമേരിയൻ പ്രളയകഥയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമാനമായ കഥകളും തമ്മിലുള്ള സാമ്യം ചരിത്രകാരന്മാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വെറുമൊരു യാദർച്ഛികതയ്ക്കപ്പുറം ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ അനുനാക്കികളെ വെറും ദൈവങ്ങളായിട്ടല്ല സുമേറിയക്കാർ കണ്ടിരുന്നത്.
അവർക്ക് മനുഷ്യരെപ്പോലെ വികാരങ്ങളുണ്ടായിരുന്നു. അവർ വഴക്കിട്ടു, അസൂയപ്പെട്ടു, ദയ കാണിച്ചു, എന്തിന് അവർക്ക് കുറ്റബോധം പോലും തോന്നിയിരുന്നു. ഈ മനുഷ്യസഹജമായ സ്വഭാവവിശേഷങ്ങൾ അവരുടെ കഥകൾക്ക് കൂടുതൽ ആഴവും ദുരൂഹതയും നൽകുന്നു. ഇവിടെയാണ് ആ ചോദ്യം വീണ്ടും ഉയരുന്നത്. സുമേറിയക്കാർ ഭാവനയിൽ കഥ മെനയുകയായിരുന്നോ, അതോ യഥാർത്ഥത്തിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങളെ അവർ അവരുടെ രീതിയിൽ വിവരിക്കുകയായിരുന്നോ? പുരാതന മെസപ്പൊട്ടേമിയയിൽ നിന്ന് മനുഷ്യർ അനുനാക്കികളുമായി അടുത്ത് ഇടപഴകുന്നതായി ചിത്രീകരിക്കുന്ന എണ്ണമറ്റ ഫലകങ്ങളും കൊത്തുപണികളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ചില ചിത്രങ്ങളിൽ ഈ ജീവികൾ അത്യാധുനികമെന്ന് തോന്നുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ ചരിത്രകാരന്മാർക്ക് സംശയം, ഒരുപക്ഷേ ഈ പുരാണകഥകൾ കൂടുതൽ പുരോഗമിച്ച ഏതെങ്കിലും സംസ്കാരവുമായുള്ള കണ്ടുമുട്ടലുകളുടെ അതിശയോക്തി കലർന്ന ഓർമ്മകളാണോ? ഒരു സാധ്യത ഇങ്ങനെയാണ്: ഈ അനുനാക്കികൾ മറ്റൊരു നാട്ടിൽ നിന്നോ സംസ്കാരത്തിൽ നിന്നോ വന്നവരായിരിക്കാം. അവരും മനുഷ്യർ തന്നെ, പക്ഷേ സാങ്കേതികമായി സുമേറിയക്കാരേക്കാൾ ഒരുപാട് മുന്നിൽ. അതുകൊണ്ട് തന്നെ സുമേറിയക്കാർ അവരെ ദൈവങ്ങളായി കണ്ടു. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത, നഷ്ടപ്പെട്ടുപോയ ഏതെങ്കിലും പുരാതന സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച അറിവുകളായിരിക്കാം സുമേറിയക്കാരുടെ ഈ പുരാണകഥകൾക്കു പിന്നിൽ. പുരാവസ്തു തെളിവുകൾ ഈ രഹസ്യത്തിന് കൂടുതൽ ആഴം നൽകുന്നു. സുമേറിയൻ ഫലകങ്ങളിൽ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ, സങ്കീർണമായ ഗണിതശാസ്ത്രം, എഞ്ചിനീയറിംഗ് തത്വങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ഈ അറിവുകളെല്ലാം തങ്ങൾക്ക് ലഭിച്ചത് അനുനാക്കികളിൽ നിന്നാണെന്ന് അവർ വ്യക്തമായി പറയുന്നുമുണ്ട്. ഭൂരിഭാഗം ചരിത്രകാരന്മാരും പുരാണങ്ങളെ അക്ഷരാർത്ഥത്തിലെടുക്കാൻ മടിക്കുമെങ്കിലും ഈ കഥകളിലെ പല വിവരങ്ങളും പുരാവസ്തു കണ്ടെത്തലുകളുമായി അത്ഭുതകരമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു. അവരെ ദൈവങ്ങളായി കണ്ടാലും, പ്രതീകങ്ങളായി വ്യാഖ്യാനിച്ചാലും, അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന ചരിത്രപുരുഷന്മാരായി കണക്കാക്കിയാലും ഒരു കാര്യം ഉറപ്പാണ്: അനുനാക്കികൾ സുമേറിയൻ സംസ്കാരത്തെക്കുറിച്ചും മനുഷ്യചരിത്രത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ കഥകൾ പുരാതന സുമേരിയയിൽ ഒതുങ്ങിയില്ല, പിന്നീട് വന്ന സംസ്കാരങ്ങളിലൂടെ അത് പടർന്നു, മനുഷ്യരാശിയുടെ പൈതൃകത്തിന്റെ ഭാഗമായി മാറി. പക്ഷേ നമ്മൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു ചോദ്യം ഇവിടെയുണ്ട്. ഈ അനുനാക്കികൾ ശരിക്കും മനുഷ്യരാശിക്ക് അറിവും കഴിവും പകർന്നു നൽകിയെങ്കിൽ അതെങ്ങനെയായിരിക്കും? അവർ നേരിട്ട് വന്ന് പഠിപ്പിച്ചതാണോ, അതോ മറ്റേതെങ്കിലും വഴികളിലൂടെയാണോ ആ അറിവുകൾ കൈമാറിയത്? അതുമല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത മറ്റെന്തെങ്കിലും വിശദീകരണമുണ്ടോ ഇതിനെല്ലാം? ഞങ്ങളോടൊപ്പം നിൽക്കുക, കാരണം നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതിലും വിചിത്രവും അതിശയകരവുമായ ചില ഉൾക്കാഴ്ചകളായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, സുമേറിയക്കാർ വെറുതെ നക്ഷത്രങ്ങളെ നോക്കി രസിക്കുകയായിരുന്നില്ല. അവർ ആകാശത്തിന്റെ ഭൂപടം വരെ ഉണ്ടാക്കി, ഗ്രഹങ്ങളുടെ ചലനം കൃത്യമായി പ്രവചിച്ചു. ഇന്നത്തെ കാലത്തുപോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൂട്ടലുകൾ നടത്തി. അവർ കണ്ടെത്തിയ പല കാര്യങ്ങളും ശരിയാണെന്ന് മനസ്സിലാക്കാൻ പിന്നീടുള്ള സംസ്കാരങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. ഇത് വെറും ട്രയൽ ആൻഡ് എറർ ആണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചേർച്ചക്കുറവില്ലേ? ഇനി വേറൊരു കാര്യം, നമ്മുടെ ഈ പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരുമൊക്കെയുണ്ടല്ലോ, അവർ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ പിന്നാലെ അങ്ങോട്ട് ആഴത്തിൽ പോകാൻ ഒരു മടി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ ഗൂഢാലോചനയൊന്നും പറയുകയല്ല കേട്ടോ, പക്ഷേ ഈ അക്കാഡമിക് ലോകം കുറച്ച് യാഥാസ്ഥിതികമാണ്. അതായത് നിലവിലുള്ള ചരിത്ര സിദ്ധാന്തങ്ങളിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിക്കുന്ന എന്തിനേയും അവർ പെട്ടെന്ന് അശാസ്ത്രീയമെന്നോ വെറും കെട്ടുകഥയെന്നോ മുദ്രകുത്തും. അതവരുടെ രീതി അനുസരിച്ച് ശരിയായിരിക്കാം, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവർ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു സമീപനം കാരണം ചിലപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് വലിയ കണ്ടെത്തലുകളായിരിക്കില്ലേ? ഒരു ഉദാഹരണം പറയാം. ഗൊബെക്ലി ടെപ്പെ കുറച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുരാതന നിർമ്മിതിയാണിത്. മനുഷ്യന്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിവെച്ച സകല ധാരണകളെയും അത് പൊളിച്ചെഴുതി. അത് കണ്ടെത്തുന്നതിനു മുമ്പ് 11,000 വർഷങ്ങൾക്ക് മുമ്പൊന്നും മനുഷ്യൻ ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും പണിയില്ലെന്നായിരുന്നു ശാസ്ത്രലോകം ഉറപ്പിച്ചു പറഞ്ഞിരുന്നത്. പക്ഷേ ഗൊബെക്ലി ടെപ്പയിലെ ആ കൂറ്റൻ കൽത്തൂണുകൾ തെളിയിച്ചത് നമ്മൾ വിചാരിച്ചതിലും എത്രയോ കാലം മുമ്പേ മനുഷ്യ സംസ്കാരം ഒരുപാട് പുരോഗമിച്ചിരുന്നു എന്നാണ്. ഇതുപോലുള്ള എത്രയെത്ര കണ്ടെത്തലുകൾ ഇനിയും മെസപ്പൊട്ടേമിയയിലെ മണലിനടിയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. അപ്പോൾ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. വ്യാഖ്യാനിക്കാൻ പ്രയാസമാണെന്ന് കരുതി ഈ പുരാതന രേഖകളെ നമ്മൾ അപ്പാടെ തള്ളിക്കളയണോ, അതോ കൂടുതൽ ആഴത്തിൽ കുഴിച്ചു നോക്കണോ? പുരാവസ്തു ഗവേഷണത്തിന്റെ ചരിത്രം തന്നെ നോക്കിയാൽ മതി. തുടക്കത്തിൽ വിചിത്രമെന്നു പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും പിന്നീട് നിർണായകമായ കണ്ടെത്തലുകളായി മാറിയിട്ടുണ്ട്.
ഇനി ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പുരാണ കഥകളിൽ ആ പുരാതന മനുഷ്യർ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. സുമേറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വെറും കെട്ടുകഥകളായിരുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ മതപരമായ ചടങ്ങുകൾ, കൃഷി, നഗരാസൂത്രണം എല്ലാത്തിലും ഈ കഥകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. അവരുടെ ആഴത്തിലുള്ള ആ വിശ്വാസം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ആ കഥകൾക്ക് എന്തെങ്കിലും ഒരു ചരിത്രപരമായ അടിസ്ഥാനമുണ്ടാകുമെന്നല്ലേ. ചിലപ്പോ അതിശയോക്തിയൊക്കെ കലർത്തിയിട്ടുണ്ടാകാം. എന്നാലും നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. സുമേറിയക്കാരുടെ 60 അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടൽ രീതി. നമുക്കിപ്പോ 60 എന്ന സംഖ്യ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയും തോന്നില്ല. പക്ഷേ സങ്കീർണമായ കണക്കുകൂട്ടലുകൾക്കും ഭിന്നസംഖ്യകൾക്കും അത് വളരെ എളുപ്പമുള്ളൊരു രീതിയായിരുന്നു, പ്രത്യേകിച്ചും ജ്യോതിശാസ്ത്രത്തിൽ. അതിൻ്റെ ബാക്കിപത്രമാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന 60 മിനിറ്റ്, 60 സെക്കൻഡ്, 360 ഡിഗ്രി വട്ടം എന്നതൊക്കെ. എവിടെ നിന്നായിരിക്കും സുമേറിയക്കാർക്ക് ഇത്ര പ്രായോഗികവും അതേസമയം സങ്കീർണവുമായ ഒരു ഗണിതശാസ്ത്ര രീതി കിട്ടിയത്? അത് പൂർണ്ണമായും അവരുടെ കണ്ടുപിടുത്തമായിരുന്നോ? അതോ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത ഇതിലും പഴക്കമുള്ള ഏതെങ്കിലും സംസ്കാരത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ അറിവാണോ അത്? സുമേറിയയ്ക്ക് മുമ്പ് നഷ്ടപ്പെട്ടുപോയ സംസ്കാരങ്ങൾ എന്ന ആശയം അത്ര ഭ്രാന്തമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. മനുഷ്യചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ഓരോ സംസ്കാരവും അതിനു മുമ്പുള്ളതിന്റെ തോളിൽ ചവിട്ടിയാണ് വളരുന്നത്. ഗ്രീക്കുകാർ അമ്പലങ്ങൾ പണിയുന്നതിനു മുമ്പ് ഈജിപ്തുകാർ പിരമിഡുകൾ പണിതു. ഈജിപ്തുകാർക്ക് മുമ്പ് സുമേറിയക്കാർ സിഗുറാത്തുകൾ പണിതു. അപ്പോ സുമേറിയക്കാർക്ക് മുമ്പും ചിലപ്പോ നമ്മളറിയാത്ത ചില സമൂഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കില്ലേ? അവരുടെ അറിവുകളായിരിക്കില്ലേ ആദ്യകാല സംസ്കാരങ്ങളെ സ്വാധീനിച്ചത്? 20-ാം നൂറ്റാണ്ടിൽ സെഖറിയ സിറ്റ്ചിൻ എന്നൊരെഴുത്തുകാരൻ ഈ ചോദ്യങ്ങളെല്ലാം ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. സുമേറിയൻ ഫലകങ്ങളിൽ പറയുന്ന അനുനാക്കികൾ വെറും ദൈവങ്ങളല്ല, മറിച്ച് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരാണെന്ന് സിറ്റ്ചിൻ വാദിച്ചു. നിബിരു എന്നു പേരുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന്. സിറ്റ്ചിന്റെ വിവാദപരമായ വ്യാഖ്യാനമനുസരിച്ച് ഈ അന്യഗ്രഹജീവികൾ മനുഷ്യരുമായി നേരിട്ടിടപെട്ടു, അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. അങ്ങനെ മനുഷ്യന്റെ പുരോഗതിയുടെ വേഗത കൂട്ടി. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. മുഖ്യധാരാ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ സിറ്റ്ചിന്റെ സിദ്ധാന്തങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിഭാഷകൾ തെറ്റാണെന്നും പല ഭാഗങ്ങളും അദ്ദേഹം തെറ്റിദ്ധരിക്കുകയോ പെരുപ്പിച്ചു കാണിക്കുകയോ ചെയ്തുവെന്നും ഭാഷാ പണ്ഡിതന്മാർ വാദിക്കുന്നു. അനുനാക്കികൾ അന്യഗ്രഹ ജീവികളാണെന്ന വാദത്തിന് യാതൊരു അക്കാഡമിക് തെളിവുമില്ലെന്ന് സുമേറിയൻ ഭാഷയിലും സംസ്കാരത്തിലും വൈദഗ്ധ്യമുള്ളവർ തറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇത്രയധികം എതിർപ്പുകളുണ്ടായിട്ടും സിറ്റ്ചിന്റെ പുസ്തകങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചു. എന്തുകൊണ്ടായിരിക്കും അത്? ഒരുപക്ഷെ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും നമ്മുടെ ഭൂതകാലത്തിലെ ഉത്തരം കിട്ടാത്ത രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ എല്ലാം ഉള്ളിലുള്ള അടങ്ങാത്ത ആകാംക്ഷയെ അത് തൊട്ടുണർത്തിയതുകൊണ്ടാവാം. പിന്നെ സത്യം പറഞ്ഞാൽ സുമേറിയക്കാരുടെ ഈ അവിശ്വസനീയമായ അറിവ്, അവരുടെ പെട്ടെന്നുള്ള സാംസ്കാരിക വളർച്ച, ഇതൊന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ ഇന്നും ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അറിവിൽ ഇപ്പോഴും ചില വിടവുകളുണ്ടെന്ന് പ്രമുഖ പണ്ഡിതന്മാർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മൾ വീണ്ടും ആ പുരാവസ്തു പശ്ചാത്തലത്തിലേക്കൊന്ന് പോയി നോക്കാം. പുരാതന മെസപ്പറ്റേമിയ ഏഷ്യയെയും ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കച്ചവടപ്പാതയിലായിരുന്നു. സുമേറിയൻ നഗരങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും സഞ്ചാരികളും സ്ഥിരമായി വരാറുണ്ടായിരുന്നു. ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ആശയങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും എല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ സുമേറിയക്കാർ അവരുടെ ജ്യോതിശാസ്ത്രവും കണക്കുമെല്ലാം ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതായിരിക്കില്ല. പല സംസ്കാരങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് അവരതിനെ മെച്ചപ്പെടുത്തിയതുമാവാം. അവരുടെ ഗണിതശാസ്ത്രത്തിലെ കഴിവ് എത്രമാത്രം വിപ്ലവകരമായിരുന്നു എന്നൊന്നാലോചിച്ചു നോക്കൂ. ഗ്രീക്കുകാർ ജാമിതിയുടെ പേരിൽ പ്രശസ്തരാവുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയക്കാർ സങ്കീർണമായ ജാമിതീയ തത്വങ്ങൾ ഉപയോഗിച്ചിരുന്നു. പൈതഗോറസിനെ പോലെയുള്ള ഗണിതശാസ്ത്രജ്ഞർ വരുന്നതിനും എത്രയോ കാലം മുൻപേ സിഗുറാത്തുകൾ പോലുള്ള കൂറ്റൻ നിർമ്മിതികൾക്കും ജലസേചന കനാലുകൾക്കും വേണ്ടി അവർ ഈ അറിവുകൾ പ്രായോഗികമായി ഉപയോഗിച്ചു. അവരുടെ അറിവ് വെറും പുരോഗമിച്ചതായിരുന്നില്ല, അത് അക്ഷരാർത്ഥത്തിൽ വഴിലാട്ടിയായിരുന്നു. പക്ഷെ അപ്പോഴും ആ പുരാണ കഥകൾ, ആകാശത്തുനിന്ന് ഇറങ്ങിവന്ന് മനുഷ്യനെ എല്ലാം പഠിപ്പിച്ച അനുനാക്കികളുടെ കഥകൾ, മിക്ക ചരിത്രകാരന്മാരും അതിനെ പ്രതീകാത്മകമായിട്ടാണ് കാണുന്നത്. അവരുടെ സംസ്കാരത്തിന്റെ ഉത്ഭവത്തെ കാവ്യാത്മകമായി വിശദീകരിക്കാനുള്ള ഒരു വഴി. പക്ഷേ
ആ പുരാണങ്ങളിൽ പറയുന്ന അറിവുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ തെളിവുകളുമായി ഇത്രയധികം ചേർന്നു പോകുന്നത് കാണുമ്പോഴാണ് നമ്മൾ കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ 3 സാധ്യതകളാണുള്ളത്. 1. പരമ്പരാഗത വിശദീകരണം, തലമുറകളായുള്ള ക്ഷമാപൂർവമായ നിരീക്ഷണവും പഠനവും മാത്രം. 2. സാംസ്കാരിക വ്യാപനം, കച്ചവടത്തിലൂടെയോ അല്ലെങ്കിൽ അവരേക്കാൾ പഴക്കമുള്ളതും ഇന്ന് നഷ്ടപ്പെട്ടുപോയതുമായ ഏതെങ്കിലും സംസ്കാരത്തിൽ നിന്നോ പകർന്നു കിട്ടിയ അറിവ്. 3. അസാധാരണമായ ഒന്ന്, ആകാശത്തുനിന്ന് ദേവന്മാർ ഇറങ്ങിവന്നു എന്ന് പറയുന്ന ആ പുരാണ കഥകൾക്ക് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചതോ അതിശയോക്തി കലർത്തിയതോ ആയ ഒരു യഥാർത്ഥ ചരിത്രത്തിന്റെ അംശം അതിലുണ്ടെന്നുള്ള സാധ്യത. ഒരുപക്ഷെ സുമേറിയക്കാർ വിചാരിച്ചതിലും ഒരുപാട് മുന്നിലായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിരുന്നിരിക്കാം. ആകാശത്ത് നിന്നാണോ അതോ കാലത്തിന്റെ മറവിൽ നഷ്ടപ്പെട്ടുപോയ മറ്റൊരു സംസ്കാരത്തിൽ നിന്നാണോ ആ സഹായം വന്നതെന്നതാണ് ഇവിടത്തെ ചോദ്യം. ഈ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇനിയും അഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരിടത്തായിരിക്കാം ഇതിന്റെ എല്ലാം ഉത്തരമൊളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ 3 സാധ്യതകളിലാണല്ലോ സംസാരം നിർത്തിയത്. സുമേറിയക്കാര് സ്വന്തമായി എല്ലാം പഠിച്ചോ അതോ മറ്റാരെങ്കിലും പഠിപ്പിച്ചോ, അതുമല്ലെങ്കിൽ അവരുടെ പുരാണ കഥകളിൽ എന്തെങ്കിലും സത്യത്തിന്റെ അംശമുണ്ടോ? ഇനി നമ്മൾ ആ 3ാമത്തെ സാധ്യതയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാൻ പോവുകയാണ്. കാരണം കഥയുടെ യഥാർത്ഥ ചുരുളഴിയുന്നത് അവിടെയാണ്. നമ്മൾ നേരത്തെ എൻലിൽ അയച്ച ഒരു മഹാപ്രളയത്തെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ കഥ വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പുരാതന സംസ്കാരങ്ങളുടെ രേഖകളിലും ഏതാണ്ട് ഇതുപോലൊരു പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിലെ നോഹയുടെ പെട്ടകം നമുക്കെല്ലാവർക്കും അറിയാം. ഹൈന്ദവ പുരാണങ്ങളിലുണ്ട് വൈവസ്വത മനുവിനെ ഒരു മത്സ്യം വന്നു രക്ഷിക്കുന്ന കഥ. ഗ്രീക്ക് പുരാണങ്ങളിലുണ്ട് ഡ്യൂക്കാലിയോൺ എന്ന രാജാവിന്റെ കഥ. എന്തിന്, ലോകത്തിന്റെ പല കോണുകളിലുള്ള ആദിവാസി ഗോത്രങ്ങൾക്ക് വരെ അവരുടേതായ പ്രളയകഥകളുണ്ട്. ഇത് എങ്ങനെയാ ശരിയാവുന്നത്? തമ്മിലൊരു ബന്ധവുമില്ലാത്ത ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് എങ്ങനെ ഒരേപോലുള്ള ഒരു കഥയുണ്ടായി? ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ലോകം മുങ്ങിപ്പോയെന്നും ഒരു പെട്ടകത്തിൽ കുറച്ചുപേർ മാത്രം രക്ഷപ്പെട്ടെന്നും മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ കൂടെ കൂട്ടിയെന്നുമൊക്കെ ഇത്ര കൃത്യമായി പലരും എഴുതി വയ്ക്കണമെങ്കിൽ ഒന്നുകിൽ അതൊരു യാദൃശ്ചികതയാവണം, അല്ലെങ്കിൽ ആ കഥകൾക്കെല്ലാം പൊതുവായ ഒരൊറ്റ ഉറവിടം വേണം. മനുഷ്യന്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയ, പക്ഷേ കഥകളിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു മഹാദുരന്തത്തിന്റെ ഓർമ്മ. സുമേറിയൻ കഥയുടെ പ്രത്യേകത എന്തെന്നാൽ ആ പ്രളയം ഒരു പ്രകൃതി ദുരന്തമായിരുന്നില്ല. അത് അനുനാക്കികൾ, അതായത് ദൈവങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒന്നായിരുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിൽ ദേഷ്യം വന്ന എൻലിൽ അവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ മനുഷ്യരോട് സ്നേഹമുള്ള എൻകി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ഈ കഥയാണ് മറ്റെല്ലാ പ്രളയകഥകളുടെയും തുടക്കമെങ്കിലോ? അതായത് ലോകം മുഴുവൻ ഓർക്കുന്ന ആ ദുരന്തത്തിന് പിന്നിൽ അമാനുഷികമായ ഒരിടപെടലുണ്ടായിരുന്നെങ്കിലോ? പക്ഷെ അനുനാക്കികൾ നാശം മാത്രം വിതച്ചവരല്ലായിരുന്നു. സുമേറിയൻ രേഖകൾ പ്രകാരം അവർ മനുഷ്യന് അറിവിന്റെ വലിയൊരു ലോകം തന്നെ തുറന്നുകൊടുത്തു. അതിലൊന്നാണ് കൃഷി. ഇന്ന് നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. എന്നാൽ നാടോടികളായി വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യം ഒരിടത്ത് സ്ഥിരമായി താമസിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം. സുമേറിയക്കാർ പറയുന്നു കൃഷി ചെയ്യാൻ അവരെ പഠിപ്പിച്ചത് എൻകിയാണെന്ന്. വരണ്ട ഭൂമിയിൽ എങ്ങനെ വെള്ളമെത്തിക്കാമെന്നും ഏതൊക്കെ വിത്തുകൾ എപ്പോഴൊക്കെ നടണമെന്നും വിളവെടുക്കേണ്ട രീതികളുമെല്ലാം അവർക്ക് പറഞ്ഞുകൊടുത്തത് അനുനാക്കികളാണത്രേ. പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതും അതുതന്നെയാണ്. ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ആ മണ്ണിൽ അവിശ്വസനീയമായ ജലസേചന വിദ്യകൾ ഉപയോഗിച്ച് അവർ ഭക്ഷ്യസമൃദ്ധി ഉണ്ടാക്കി. വെറും കഥയും യാഥാർത്ഥ്യവും തമ്മിൽ ഇങ്ങനെ ഒത്തുപോകുന്നത് കാണുമ്പോഴാണ് നമ്മൾക്ക് സംശയം തോന്നുന്നത്. ഇനി വേറൊരു കാര്യം, രാജഭരണവും നിയമങ്ങളും. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു ഭരണക്രമവും നിയമങ്ങളും വേണമല്ലോ. സുമേരിയൻ രാജാക്കന്മാരുടെ പട്ടിക എന്നൊരു കലിവൺ ഫലകം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ സുമേറിയ ഭരിച്ച രാജാക്കന്മാരുടെ പേരുകളുണ്ട്. പക്ഷെ അതിൽ രസമെന്താണെന്നോ, ആ പട്ടിക തുടങ്ങുന്നതിങ്ങനെയാണ്: പ്രളയത്തിന് ശേഷം രാജത്വം സ്വർഗത്തിൽ നിന്ന് വീണ്ടും ഇറങ്ങി വന്നു. എന്താ അതിനർത്ഥം? ഭരിക്കാനുള്ള അധികാരം മനുഷ്യന് കിട്ടിയതല്ല, അത് സ്വർഗത്തിൽ നിന്ന്, അതായത് അനുനാക്കികളിൽ നിന്ന് ലഭിച്ചതാണെന്ന്. അവർ വെറുതെ നിയമങ്ങൾ പഠിപ്പിക്കുകയല്ല ചെയ്തത്, ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നും ഭരിക്കണമെന്നും അവർ കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിതകളിലൊന്നായ ഊർ നമൂവിന്റെ നിയമങ്ങൾ വന്നത് സുമേറിയയിലാണ്. നിയമം എന്ന ആശയം പോലും ഒരു ദൈവീക വരദാനമായാണ് അവർ കണ്ടിരുന്നത്. ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി തലകറങ്ങുന്ന കാര്യമാണ്. സുമേറിയക്കാരുടെ വിശ്വാസമനുസരിച്ച്
അനുനാഗികൾ മനുഷ്യന് അറിവ് നൽകുക മാത്രമല്ല ചെയ്തത്, അവർ മനുഷ്യനെ സൃഷ്ടിക്കുക കൂടി ചെയ്തു. അവരുടെ കഥ ഇങ്ങനെയാണ്. അനുനാഗികൾ ഭൂമിയിലെത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. അവർക്ക് ചില ജോലികൾ ചെയ്യാൻ തൊഴിലാളികളെ ആവശ്യമായിരുന്നു. അപ്പോൾ ഭൂമിയിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യനോട് സാമ്യമുള്ള ഒരു ജീവിയെ അവർ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അനുനാഗികൾ അവരുടെ സത്തയുടെ ഒരംശമെടുത്ത് ഭൂമിയിലുണ്ടായിരുന്ന ആ ജീവിയുടെ അംശവുമായി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ആദാമോ അഥവാ ആദ്യത്തെ മനുഷ്യനുണ്ടാകുന്നത്. ഒരടിമയായി അനുനാഗികൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ സയൻസ് ഫിക്ഷൻ സിനിമ കാണുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് സുമേറിയക്കാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കളിമണ്ണിൽ കോറിയിട്ട കാര്യങ്ങളാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഈ കഥ പ്രകാരം മനുഷ്യൻ ഭൂമിയിലെ സ്വാഭാവികമായ പരിണാമത്തിന്റെ അവസാനക്കണ്ണിയല്ല, മറിച്ച് ഒരു ബാഹ്യ ഇടപെടലിന്റെ ഫലമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവങ്ങളുടെ ഒരംശമുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം അനുനാക്കികൾക്ക് മനുഷ്യനോട് ഇത്രയധികം താൽപ്പര്യം. അവരൊരു വശത്ത് നമ്മളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, മറുവശത്ത് നമ്മളെ അറിവ് പഠിപ്പിച്ചു. എൻലിലിനെ പോലുള്ളവർ മനുഷ്യൻ ഒരുപാട് വളർന്നു പോകുമോ എന്ന് പേടിച്ച് അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ എൻകിയെ പോലുള്ളവർ മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. അവരുടെ പുരാണ കഥകൾ മുഴുവൻ ഈ ദൈവങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും അധികാര വടംവലികളും നിറഞ്ഞതാണ്. അവരെല്ലാം സമ്പൂർണരായ ദൈവങ്ങളായിരുന്നില്ല. അവർക്ക് ദേഷ്യവും അസൂയയും സ്നേഹവും സഹതാപവും എല്ലാം ഉണ്ടായിരുന്നു, മനുഷ്യനെപ്പോലെ തന്നെ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ലോകം മുഴുവൻ കാണുന്ന പ്രളയകഥകൾ, രാജത്വം സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്ന വിശ്വാസം, മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സങ്കല്പം, ഇതിന്റെ എല്ലാം ഏറ്റവും പഴയ, ഏറ്റവും വിശദമായ രൂപം കാണുന്നത് സുമേറിയൻ ഫലകങ്ങളിലാണ്. പിന്നീട് വന്ന പല സംസ്കാരങ്ങളും മതങ്ങളും ഈ കഥകളെ അവരുടെ രീതിയിൽ മാറ്റിയെഴുതിയതാണോ? ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം വരുന്നത്. ഈ കഥകളെല്ലാം വെറും കളിമങ്ങിൽ കോറിയിട്ട അക്ഷരങ്ങൾ മാത്രമാണോ? ഭാവനയിൽ വിരിഞ്ഞ കെട്ടുകഥകളാണോ? അതോ ഈ പറഞ്ഞ ദൈവങ്ങൾ ഭൂമിയിൽ ജീവിച്ചതിനും മനുഷ്യരുമായി ഇടപെട്ടതിനും, എന്തിന് നമ്മുടെയെല്ലാം ഉൽപ്പത്തിയിൽ പോലും അവർ പങ്കാളികളായതിനും മറ്റെന്തെങ്കിലും ഭൗതികമായ തെളിവുകൾ അവർ അവശേഷിപ്പിച്ചിട്ടുണ്ടോ? കഥകൾക്കപ്പുറം കല്ലിലും മണ്ണിലും തൊട്ടുനോക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകൾ? വെറും എഴുത്തുകൾക്കപ്പുറം ഈ അനുനാക്കികൾ എന്ന് പറയുന്നവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും അടയാളങ്ങൾ അവർ അവശേഷിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ ആ തെളിവുകൾ കാണണമെങ്കിൽ നമ്മൾ ചരിത്രം നോക്കുന്ന കണ്ണൊന്ന് മാറ്റിവെക്കണം. ഒരു സാധാരണ അമ്പലം കാണുന്ന പോലെയോ ഒരു പുരാതന കെട്ടിടം കാണുന്ന പോലെയോ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് പലതിൻ്റെയും യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരുന്നത്. നമ്മൾ സുമേറിയക്കാരുടെ സിഗ്ഗുറാത്തുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ പിരമിഡുകൾ. അതൊന്നും ചുമ്മാ പ്രാർത്ഥിക്കാൻ മാത്രമുള്ളൊരു കോവിലായിരുന്നില്ല. സുമേറിയക്കാരുടെ വിശ്വാസമനുസരിച്ച് അത് ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാതിലായിരുന്നു. ദൈവങ്ങൾ, അതായത് അനുനാക്കികൾ, ആകാശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം ലാൻഡിംഗ് പാഡ് അല്ലെങ്കിൽ സ്റ്റെയർവേ ടു ഹെവൻ. ആ കെട്ടിടത്തിന്റെ മുകളറ്റത്തുള്ള മുറിയിൽ വച്ചായിരുന്നു അവർ മനുഷ്യരുമായി സംസാരിച്ചിരുന്നതുപോലും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദശലക്ഷക്കണക്കിന് മൺകട്ടകൾ, ഓരോന്നും ഒരേ വലുപ്പത്തിൽ ചുട്ടെടുത്തത്. ഇന്നത്തെ പോലെ ക്രെയിനോ ലോറിയോ മറ്റ് യന്ത്രങ്ങളോ ഒന്നുമില്ലാതൊരു കാലത്ത് ഇത്രയും ഭീമാകാരമായൊരു നിർമ്മിതി അവരെങ്ങനെ ഒപ്പിച്ചു? വെറും മനുഷ്യപ്രയത്നം കൊണ്ടാണെങ്കിൽ പോലും അതിന്റെ പിന്നിലെ ഗണിതശാസ്ത്രവും എഞ്ചിനീയറിംഗും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തിനായിരുന്നു അവർക്ക് അത്രയും വലിയൊരെണ്ണം? ഒരുപക്ഷെ ആകാശത്തു നിന്ന് വരുന്ന ആർക്കെങ്കിലും ദൂരെ നിന്ന് കാണാനും തിരിച്ചറിയാനും വേണ്ടിയായിരുന്നു. ഇനി കെട്ടിടം വിട്ട് നമുക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില വസ്തുക്കളിലേക്ക് വരാം. സുമേറിയക്കാരുടെ ജ്യോതിശാസ്ത്ര അറിവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ടെലിസ്കോപ്പും ഇല്ലാതെ അവർക്ക് ശനിയും വ്യാഴവും എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അതിലും അപ്പുറം ചില കാര്യങ്ങളുണ്ട്. യൂറോപ്പിലെ ഒരു മ്യൂസിയത്തിൽ സുമേറിയയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരു സിലിണ്ടർ മുദ്രയുണ്ട്. സിലിണ്ടർ മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സീല് പോലെ കളിമണ്ണിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കല്ല്. അതിൽ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചെറിയ കല്ലിൽ കൊത്തിവച്ചൊരു ചിത്രമുണ്ട്. അത് കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടും. നടുക്കൊരു വലിയ നക്ഷത്രം, അതിന് ചുറ്റും കറങ്ങുന്ന കുറേ ഗോളങ്ങൾ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഒരു സൗരയൂഥത്തിന്റെ ചിത്രം. നമ്മുടെ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും. അതിശയം അതല്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചത് 9 ഗ്രഹങ്ങളുണ്ടെന്നല്ലേ?
ഇപ്പോ പ്ലൂട്ടോയെ ഒഴിവാക്കിയെങ്കിലും ഈ ചിത്രത്തിൽ സൂര്യനും ചന്ദ്രനുമടക്കം 11 ഗോളങ്ങളുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഒന്ന് നിർത്തി ആലോചിക്കണം. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും നമ്മൾ കണ്ടെത്തുന്നത് 18ഉം 19 നൂറ്റാണ്ടുകളിലാണ്, വലിയ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ. പ്ലൂട്ടോയെ കണ്ടെത്തുന്നത് 1930-ലും. ഇതൊന്നും വെറും കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളല്ല. എന്നിട്ടും 5000 വർഷം മുമ്പുള്ള ഒരു കല്ലിൽ ഈ ഗ്രഹങ്ങളെല്ലാം കൃത്യമായ സ്ഥാനത്ത് കൊത്തിവച്ചിരിക്കുന്നു. എങ്ങനെ അവർക്കിത് സാധിച്ചു? ചരിത്രകാരന്മാർ പറയും, ഏയ് അതവരുടെ ഏതെങ്കിലും ദൈവത്തിന്റെ ചിഹ്നങ്ങളാവും, ചുറ്റുമുള്ളത് വെറും നക്ഷത്രങ്ങളാകും എന്ന്. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ നക്ഷത്രങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഇത്ര കൃത്യമായി വരുന്നതെങ്ങനെയാണ്? സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ബുധൻ മുതൽ ഏറ്റവും ദൂരെയുള്ള പ്ലൂട്ടോ വരെ ഏതാണ്ട് അതേ ക്രമത്തിൽ. ഇതൊരു യാദൃശ്ചികതയാണെന്ന് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമില്ലേ? അതോ ആകാശത്തു നിന്ന് വന്ന അധ്യാപകർ അവർക്ക് സൗരയൂഥത്തിന്റെ ഒരു മാപ്പ് വരച്ചു കൊടുത്തതാണോ? ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. അവരുടെ കൊത്തുപണികളിൽ വിചിത്രമായ പല രൂപങ്ങളും കാണാം. തലയിൽ ഹെൽമറ്റ് വെച്ചതുപോലുള്ള രൂപങ്ങൾ, കയ്യിലൊരു ബാഗ് തൂക്കിപ്പിടിച്ചു നിൽക്കുന്ന ദൈവങ്ങൾ. ഈ ബാഗ് ലോകത്ത് പല പുരാതന സംസ്കാരങ്ങളുടെ ചിത്രങ്ങളിലും കാണാം. ചിറകുകളുള്ള മനുഷ്യരൂപങ്ങൾ. ഇതൊക്കെ വെറും ഭാവനയാണോ? അതോ അവർ കണ്ട എന്തോ ഒന്നിനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിത്രീകരിച്ചതാണോ? അവരുടെ ലോഹപ്പണികളും അസാമാന്യമായിരുന്നു. ചരിത്രത്തിന്റെ തുടക്കകാലത്ത് തന്നെ സ്വർണവും വെള്ളിയും ചെമ്പുമെല്ലാം ഉപയോഗിച്ച് അതിമനോഹരമായ ആഭരണങ്ങളും ഉപകരണങ്ങളും അവർ നിർമ്മിച്ചു. പല ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ സങ്കരലോഹങ്ങൾ ഉണ്ടാക്കാനുള്ള വിദ്യ, മെറ്റലർജി അവർക്ക് എവിടെ നിന്ന് കിട്ടി? അതെല്ലാം അനുനാക്കിക പഠിപ്പിച്ചതാണെന്ന് അവരുടെ ഫലകങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അപ്പോ നമ്മൾക്ക് മുന്നിലുള്ള തെളിവുകൾ ഒന്നുകൂടി നോക്കാം. ആകാശത്തുള്ളവർക്ക് ഇറങ്ങിവരാൻ വേണ്ടി പണിതതെന്ന് അവർ വിശ്വസിച്ചിരുന്ന പടുകൂറ്റൻ സിഗുറാത്തുക്കൾ, ആധുനിക കാലത്ത് മാത്രം കണ്ടെത്തിയ ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള സൗരയൂഥത്തിന്റെ ചിത്രം കൊത്തിയ കല്ല്, ഇന്നത്തെ ഉപകരണങ്ങളോട് സാമ്യമുള്ള വസ്തുക്കൾ ധരിച്ച ദൈവങ്ങളുടെ ചിത്രങ്ങൾ, കാലത്തിനു മുൻപേ അവർ സ്വായത്തമാക്കിയ ലോഹസംസ്കരണ വിദ്യകൾ. ഇതിനെയെല്ലാം നമുക്ക് യാദൃശ്ചികമെന്നും ഭാവനയെന്നും പറഞ്ഞ് തള്ളിക്കളയാം. ഒരുപക്ഷെ അതായിരിക്കാം ശരി. പക്ഷേ ഒരൊറ്റ നിമിഷം, ഇതെല്ലാം സത്യമാണെങ്കിലോ? ഈ കഥകളെല്ലാം അക്ഷരാർത്ഥത്തിൽ നടന്നതാണെങ്കിലോ? ആകാശത്തുനിന്ന് ചിലർ വന്നു നമ്മളെപ്പോലുള്ള ഒരു ജീവിയെ ജനിതകമായി മാറ്റി ഇന്നത്തെ മനുഷ്യനെ ഉണ്ടാക്കി അവർക്ക് വേണ്ട ജോലികൾ ചെയ്യിപ്പിച്ചു. പോകുന്നതിനു മുമ്പ് അവർക്കറിയാവുന്ന അറിവുകളെല്ലാം നമുക്ക് പകർന്നു നൽകി. എന്നിട്ട് അവർ തിരിച്ചുപോയി. ആ പോയവർ നമ്മുടെ ദൈവങ്ങൾ, നമ്മുടെ സ്രഷ്ടാക്കൾ. അവരെക്കുറിച്ചുള്ള മങ്ങിയ ഓർമ്മകളാണ് ഈ പുരാണ കഥകളെല്ലാമെങ്കിലോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ചില ചോദ്യങ്ങൾ ഉയരും. അവർ നമ്മളെ ഉണ്ടാക്കി, എല്ലാം പഠിപ്പിച്ചു, എന്നിട്ട് അവരെങ്ങോട്ടു പോയി? അതിലും വലിയ ചോദ്യം, അവർ തിരിച്ചു വരുമോ? ആ ചോദ്യം നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കുന്നില്ലേ? അവർ തിരിച്ചു വരുമോ? കളിമൺ ഫലകങ്ങളിൽ അതിനെക്കുറിച്ചും സൂചനകളുണ്ട്. അനുനാക്കികൾ ഭൂമി വിട്ടുപോയത് ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷരായതുപോലെയല്ല. അതൊരു യാത്രായപ്പായിരുന്നു. അവരുടെ ആകാശവാഹനങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗീയ രഥങ്ങളിൽ കയറി അവർ ആകാശത്തേക്ക് തിരിച്ചുപോയി എന്നാണ് രേഖകൾ പറയുന്നത്. പക്ഷേ അതൊരു പൂർണ്ണമായ വിടവാങ്ങലായിരുന്നില്ല. അതൊരു താൽക്കാലികമായ മാറി നിൽക്കൽ മാത്രമായിരുന്നു. ഒരുനാൾ അവർ മടങ്ങിവരും. ഈ ഒരു വിശ്വാസം സുമേറിയക്കാരുടെ മാത്രം കുത്തകയല്ല കേട്ടോ. ലോകത്തിലെ ഒട്ടുമിക്ക പുരാതന സംസ്കാരങ്ങളിലും മതങ്ങളിലും ഈ മടങ്ങിവരവ് എന്ന സങ്കല്പമുണ്ട്. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നു. ഹൈന്ദവർ കലിയുഗത്തിന്റെ അവസാനം കൽക്കി അവതരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ അവരുടെ പുരാതന ദൈവങ്ങളോ രക്ഷകരോ ഒരുനാൾ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്ത മനുഷ്യന് ഇത്രയധികം പ്രിയപ്പെട്ടതായത്? ഒരുപക്ഷെ ഈ എല്ലാ വിശ്വാസങ്ങളുടെയും ഉറവിടം ഒന്നായിരുന്നെങ്കിലോ? സുമേറിയക്കാർ രേഖപ്പെടുത്തിയ ആ ആദ്യത്തെ വാഗ്ദാനം. അപ്പോ അടുത്ത ചോദ്യം, അവരെന്തിനാ പോയത്? അവരുടെ ജോലി കഴിഞ്ഞിട്ടാണോ? അതോ അവരെ പോവാൻ നിർബന്ധിച്ച എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെയാണ് കഥ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. അനുനാക്കികൾ ഒറ്റക്കെട്ടായിരുന്നില്ല. അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളും അധികാര തർക്കങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എൻലിലിന്റെയും എൻകിയുടെയും കാര്യം തന്നെ എടുക്കാം. അവർ സഹോദരന്മാരായിരുന്നു, പക്ഷേ നേർവിപരീത സ്വഭാവക്കാരായിരുന്നു.
എൻലിൽ കർക്കശക്കാരനും മനുഷ്യരോട് വലിയ താൽപ്പര്യമില്ലാത്തവനുമായിരുന്നു. എന്നാൽ എൻകി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച, അവരെ അറിവ് പഠിപ്പിച്ച, അവരോട് വാത്സല്യമുള്ള ഒരാളായിരുന്നു. ഈ രണ്ട് ചേരികൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ടെന്ന് സുമേറിയൻ ഫലകങ്ങൾ പറയുന്നു. ഈ ദൈവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. ഒരുപക്ഷെ എൻലിൽ അയച്ച ആ മഹാപ്രളയം മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് എൻകിയുടെ സൃഷ്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നോ? ഈ തർക്കങ്ങൾ മൂർച്ഛിച്ച് ഭൂമിയിൽ തുടരുന്നത് അവർക്ക് തന്നെ അപകടമാണെന്ന് തോന്നിയതുകൊണ്ടാണോ അവർ തിരിച്ചുപോയത്? ഒരു കുടുംബ വഴക്കുമൂത്ത് വീട് വിട്ടിറങ്ങിപ്പോയതുപോലെ? ഇനി മറ്റൊരു സാധ്യതയുണ്ട്. അത് അവരുടെ കാലചക്രവുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കാം. സുമേറിയക്കാർക്ക് സാർ എന്നു പേരുള്ള ഒരു കാലയളവുണ്ടായിരുന്നു. ഏകദേശം 3600 ഭൗമവർഷങ്ങൾക്ക് തുല്യമായ ഒരു സമയം. സിച്ചിനെ പോലുള്ളവരുടെ വാദമനുസരിച്ച് ഇത് അവരുടെ ഗ്രഹമായ നിബിരുവിനെ, നമ്മുടെ സൂര്യനെ ഒന്ന് ചുറ്റിവരാനെടുക്കുന്ന സമയമാണ്. അതായത് ഓരോ 3600 വർഷം കൂടുമ്പോഴും അവരുടെ ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിന്റെ ഈ ഭാഗത്തേക്ക് അടുത്തുവരും. ആ സമയത്താണ് അവർക്ക് ഭൂമിയിലേക്ക് വരാനും പോകാനും എളുപ്പം. ഈ ഒരു സിദ്ധാന്തമനുസരിച്ച് അവരുടെ വരവും പോക്കും ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതൊരു വലിയ പ്രപഞ്ചചക്രത്തിന്റെ ഭാഗമാണ്. അവർ വന്നു, ഭൂമിയിൽ ജീവന്റെ വിത്തുപാകി, സംസ്കാരത്തിന് അടിത്തറയിട്ടു. എന്നിട്ട് അവരുടെ ഗ്രഹം അകന്നുപോയപ്പോൾ അവർക്കും തിരിച്ചു പോകേണ്ടി വന്നു. ആ ചക്രം പൂർത്തിയായി അവരുടെ ഗ്രഹം വീണ്ടും ഈ അടുത്തേക്ക് വരുമ്പോൾ അവർ മടങ്ങിവരും. അങ്ങനെയാണെങ്കിൽ ഈ പുരാതന മനുഷ്യർ പണിതുയർത്തിയ സിഗുറാത്തുകളും ഈജിപ്തിലെ പിരമിഡുകളും ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ചുമെല്ലാം വെറും അമ്പലങ്ങളോ ശവകുടീരങ്ങളോ മാത്രമായിരുന്നോ? അതോ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഭീമാകാരമായ കലണ്ടറുകളും നിരീക്ഷണ കേന്ദ്രങ്ങളുമായിരുന്നോ അവ? ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കുന്നതും ഒരു പ്രത്യേക ഗ്രഹം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതും നോക്കിയിരിക്കാൻ വേണ്ടി നിർമ്മിച്ചവ? അവരുടെ ദൈവങ്ങൾ, അവരുടെ സ്രഷ്ടാക്കൾ മടങ്ങിവരുന്നതിന്റെ അടയാളങ്ങൾക്കായി കാത്തിരിക്കാൻ വേണ്ടി? ഈയൊരു ചിന്ത നമ്മളെക്കുറിച്ച് നമുക്കുള്ള സകല ധാരണകളെയും കീഴ്മേൽ മറിക്കും. നമ്മൾ ഭൂമിയിലെ പരിണാമപ്രക്രിയയുടെ സ്വാഭാവികമായ അന്ത്യമല്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെങ്കിലോ? നമ്മളൊരു പരീക്ഷണമാണോ? ഒരു തോട്ടം നനച്ചു വളർത്താൻ ഏൽപ്പിച്ച ജോലിക്കാരെ പോലെയാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് ഒരർത്ഥം? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്താണ് സ്ഥാനം? ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഭൂതകാലത്തെക്കുറിച്ചാണ്, ചരിത്രത്തെക്കുറിച്ചാണ്. പക്ഷേ ആ ചോദ്യം, അവർ തിരിച്ചു വരുമോ എന്ന ചോദ്യം, നമ്മളെ നേരെ ഭാവിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യം അതായിരിക്കില്ലേ? അവർ തിരിച്ചു വന്നാൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ സൃഷ്ടിയെ, അവരുടെ പരീക്ഷണത്തെ കാണാൻ അവർ മടങ്ങി വന്നാൽ, ഇന്നത്തെ നമ്മളെ കാണുമ്പോൾ അവർക്കെന്ത് തോന്നും? നമ്മൾ കൈവരിച്ച ശാസ്ത്ര പുരോഗതി കണ്ട് അവർ അത്ഭുതപ്പെടുമോ? നമ്മൾ ആകാശത്തേക്ക് അയച്ച ഉപഗ്രഹങ്ങളും നമ്മൾ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകളും കണ്ട് അവർ അഭിമാനിക്കുമോ? അതോ നമ്മൾ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങൾ കണ്ട് അവർ നിരാശപ്പെടുമോ? നമ്മൾ ഈ ഭൂമിയെ, അവർ ജീവിക്കാൻ പഠിപ്പിച്ച ഈ ഗ്രഹത്തെ മലിനമാക്കിയത് കണ്ട് അവർക്ക് ദേഷ്യം വരുമോ? അവർ തുടങ്ങിവച്ച ഈ സംരംഭം നമ്മൾ നശിപ്പിച്ചുവെന്ന് അവർ വിധിയെഴുതുമോ? എൻലിലിന്റെ കോപം ശരിയായിരുന്നുവെന്നും മനുഷ്യനെന്ന ഈ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്നും അവർ തീരുമാനിക്കുമോ? ആ ചോദ്യം നമ്മളുടെ നെഞ്ചിലൊരു കുള്ളിയാൻ പോലെ തരയ്ക്കുന്നുണ്ട്. കാരണം അതിനുള്ള ഉത്തരം തേടി നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ മതി. ഇന്നത്തെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. അവർ തിരിച്ചുവന്നാൽ അവർ കാണുന്നതെന്തായിരിക്കും? അവർ പഠിപ്പിച്ച അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും വരെ കാലുകുത്താൻ തയ്യാറെടുക്കുന്നത് അവർ കാണും. പക്ഷേ അതേ അറിവ് ഉപയോഗിച്ച് പരസ്പരം ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിവെച്ചിരിക്കുന്നതും അവർ കാണില്ലേ? നമ്മൾ പണിതുയർത്തിയ കൂറ്റൻ നഗരങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും കണ്ട് അവർക്ക് അത്ഭുതം തോന്നാം. പക്ഷേ അതേ നഗരങ്ങളുടെ ഓരങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവർ എന്തു വിചാരിക്കും? ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തു തോന്നും? ആ ചോദ്യം നമ്മളുടെ നെഞ്ചിലൊരു കുള്ളിയാൻ പോലെ തരയ്ക്കുന്നുണ്ട്. കാരണം അതിനുള്ള ഉത്തരം തേടി നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ മതി. ഇന്നത്തെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. അവർ തിരിച്ചുവന്നാൽ അവർ കാണുന്നതെന്തായിരിക്കും? അവർ പഠിപ്പിച്ച അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും വരെ കാലുകുത്താൻ തയ്യാറെടുക്കുന്നത് അവർ കാണും. പക്ഷേ അതേ അറിവ് ഉപയോഗിച്ച് പരസ്പരം ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിവെച്ചിരിക്കുന്നതും അവർ കാണില്ലേ? നമ്മൾ പണിതുയർത്തിയ കൂറ്റൻ നഗരങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും കണ്ട് അവർക്ക് അത്ഭുതം തോന്നാം. പക്ഷേ അതേ നഗരങ്ങളുടെ ഓരങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവർ എന്തു വിചാരിക്കും? ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തു തോന്നും?
നമ്മുടെ കലയും സംഗീതവും സാഹിത്യവുമെല്ലാം ഒരുപക്ഷെ അവരെ സന്തോഷിപ്പിച്ചേക്കാം. മനുഷ്യന്റെ ഭാവനയ്ക്കും സർഗാത്മകതയ്ക്കും ഇത്രയധികം വളരാൻ കഴിയുമെന്ന് കണ്ട് അവർക്ക് അഭിമാനം തോന്നാം. പക്ഷേ അതേ മനുഷ്യൻ നിറത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ തമ്മിൽ തല്ലി മരിക്കുന്നത് കാണുമ്പോഴോ? എൻകിയുടെ പ്രതീക്ഷകളെ നമ്മൾ നിലനിർത്തിയോ? അതോ എൻലിലിന്റെ സംശയങ്ങളെ നമ്മൾ ശരിവയ്ക്കുകയാണോ ചെയ്തത്? ഈ കഥ വെറുമൊരു സുമേറിയൻ പുരാണമായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ കേട്ട് ചിരിച്ചു തള്ളാമായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രതിധ്വനികൾ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിലെ മിക്ക മതങ്ങളിലും ഒരു വിധി ദിവസത്തെക്കുറിച്ച് പറയുന്നത്? മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് കണക്ക് ചോദിക്കാൻ, നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കാൻ ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ വരുന്ന ഒരു ദിവസം. ഈ ആശയം എവിടെ നിന്നായിരിക്കും വന്നത്? ഒരുപക്ഷെ അന്നാക്കികൾ തിരിച്ചു വരുമെന്ന ആ പുരാതന ഓർമ്മയിൽ നിന്നായിരിക്കുമോ? അവർ പോയത് വെറുതെ ആയിരുന്നില്ല, മറിച്ച് നമ്മളെ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ടാണോ? ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് പുറത്തുപോയി തിരികെ വരുന്നതുപോലെ. വരുമ്പോൾ ആരൊക്കെ കണക്ക് ശരിയായി ചെയ്തു, ആരൊക്കെ ഉഴപ്പിയെന്ന് നോക്കുന്നതുപോലെ. ഒരുപക്ഷെ മനുഷ്യരാശിക്ക് മുഴുവനായി അങ്ങനെ ഒരു പരീക്ഷാകാലമായിരുന്നോ ഈ കഴിഞ്ഞുപോയ ആയിരക്കണക്കിന് വർഷങ്ങൾ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും ഒരു പുതിയ അർത്ഥം വരുന്നതുപോലെ തോന്നുന്നില്ലേ? നമ്മുടെ ഉള്ളിലെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, സ്നേഹിക്കാനും വെറുക്കാനും, സൃഷ്ടിക്കാനും നശിപ്പിക്കാനും, സഹായിക്കാനും ദ്രോഹിക്കാനുമുള്ള നമ്മുടെ കഴിവ്, ഇതെല്ലാം എവിടെ നിന്നായിരിക്കും വന്നത്? ഒരുപക്ഷെ നമ്മുടെ DNA-യിൽ അവർ കൊത്തിവച്ച ആ ഇരട്ട സ്വഭാവത്തിൽ നിന്നായിരിക്കുമോ? സമാധാനപ്രിയനായ എൻകിയുടെയും കോപിഷ്ഠനായ ഏൻലിലിന്റെയും അംശങ്ങൾ നമ്മുടെയെല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? ഏതു ഭാഗം ഉണരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണോ? ഇനി മറ്റൊരു കാര്യം, ഈ അന്യഗ്രഹ ജീവികൾ, പറക്കും തളികകൾ എന്നൊക്കെ നമ്മളെന്ന് പറയുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പുരാതന കാലത്ത് ദൈവങ്ങൾ ആകാശരഥങ്ങളിൽ വന്നുവെന്ന് വിശ്വസിച്ച മനുഷ്യൻ ഇന്ന് അതേ ആകാശത്തേക്ക് നോക്കി തിരിച്ചറിയാനാവാത്ത പറക്കുന്ന വസ്തുക്കളെ UFOs എന്ന് കാണുന്നു. പല രാജ്യങ്ങളിലെയും സർക്കാരുകൾ പോലും വിശദീകരിക്കാനാവാത്ത ചില ആകാശ പ്രതിഭാസങ്ങളുണ്ടെന്ന് ഇന്ന് സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം വെറും കാഴ്ചയുടെ പ്രശ്നങ്ങളാണോ? അതോ ആ പഴയ കഥകൾ ഇന്നും തുടരുകയാണോ? അന്ന് ദൈവങ്ങളെന്ന് വിളിച്ചവരെ ഇന്ന് നമ്മൾ അന്യഗ്രഹജീവികൾ എന്ന് പേരുമാറ്റി വിളിക്കുന്നു. അത്രയുള്ളോ? അവർ ഒരിക്കലും നമ്മളെ പൂർണ്ണമായി വിട്ടുപോയിട്ടില്ലായിരുന്നോ? ഇടയ്ക്കിടയ്ക്കിൽ നമ്മളെന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാൻ അവർ വരാറുണ്ടോ? ഈ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് ധൈര്യം വരുമോ എന്നെനിക്കറിയില്ല. കാരണം ഇത് സമ്മതിച്ചാൽ നമ്മൾ പഠിച്ച ചരിത്രവും നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങളും നമ്മൾ മുറുകെ പിടിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളും എല്ലാം നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. മനുഷ്യൻ ഈ ഭൂമിയുടെ അധിപനല്ല, മറിച്ച് ഒരു വലിയ പ്രപഞ്ച നാടകത്തിലെ ഒരു കഥാപാത്രം മാത്രമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മൾ മാത്രമല്ല, മറ്റാർക്കോ കൂടി അതിലൊരു പങ്കുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി അവസാനത്തൊരു ചിന്തയിലേക്ക് വരാം. അനുനാക്കികൾ തിരികെ വന്നാൽ അവർ നമ്മളുമായി എങ്ങനെയായിരിക്കും ആശയവിനിമയം നടത്തുക? ഒരിക്കൽ കളിമൺ ഫലകങ്ങളിൽ ചിത്രങ്ങൾ വരച്ചും ആപ്പിന്റെ ആകൃതിയിലുള്ള അക്ഷരങ്ങൾ കോറിയിട്ടും അവർ നമ്മളോട് സംസാരിച്ചു. പക്ഷെ ഇന്ന് നമ്മളും ഒരുപാട് വളർന്നു. നമുക്ക് റേഡിയോ തരംഗങ്ങൾ അയക്കാനറിയാം, പ്രപഞ്ചത്തിന്റെ വിദൂരതകളിലേക്ക് സന്ദേശങ്ങൾ അയക്കാനറിയാം. ഒരുപക്ഷെ അവർ തിരികെ വരുന്നത് ഒരു വലിയ ആകാശവാഹനത്തിൽ ഭൂമിയിൽ വന്നിറങ്ങിയിട്ടായിരിക്കില്ല. ഒരുപക്ഷെ അവർ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യയിലൂടെ ആയിരിക്കുമോ? നമ്മുടെ കമ്പ്യൂട്ടറുകളിലൂടെ, നമ്മുടെ ഇന്റർനെറ്റിലൂടെ, നമ്മുടെ ഉപഗ്രഹങ്ങളിലൂടെ. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾക്ക് ഒരു മറുപടി കാത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ മറുപടി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലായിരിക്കുമോ വരുന്നത്? സുമേറിയൻ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. ചരിത്രത്തിന്റെ മറവിയിലേക്ക് ആഴ്ന്നുപോയ ഒരു വലിയ രഹസ്യത്തിന്റെ ആദ്യത്തെ താൾ. ആ പുസ്തകത്തിലെ ബാക്കി താളുകൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ടാവാം. നമ്മുടെ DNA-യിൽ, നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ ആകാശത്ത്. എന്തിന്? നമ്മുടെയെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ആ ഉത്തരങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവാം. ചോദ്യം ഇതാണ്: ആ പുസ്തകം തുറന്നു വായിക്കാൻ നമ്മൾ തയ്യാറാണോ? ആ സത്യത്തെ നേരിടാൻ നമുക്ക് ധൈര്യമുണ്ടോ? കാരണം ആ സത്യം നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും എത്രയോ വിചിത്രവും അവിശ്വസനീയവും ഒരുപക്ഷെ ഭയാനകവുമായിരിക്കാം.